ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ഉണ്ട് ഇസ്രായേൽ പാലസ്തീൻ്റെ വിഷയത്തിൽ. നിങ്ങൾ ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചോന്നറിയില്ല. ജൂലൈ 25 യു കെയും ഫ്രാൻസും ജർമ്മനിയും ഈ 3 പേരും കൂടെ ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ 3 രാജ്യങ്ങളുടെ പ്രൈം മിനിസ്റ്റേഴ്സും പ്രസിഡൻറ്റും എല്ലാവരും ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, ഗാസയിലേക്ക് പോകുന്ന ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, വെള്ളവും ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, അത് റെസ്ട്രിക്റ്റ് ചെയ്യരുത്, അവർക്ക് അതിനുള്ള ആക്സസ് കൊടുക്കണം, ആ സമയത്തെങ്കിലും സീസ് ഫയർ നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ യുണൈറ്റഡ് നേഷൻസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കുറേ എയ്ഡ് അവിടെ വന്ന് കെട്ടിക്കിടക്കുന്നുണ്ട്, ഈ ലോറികൾ അവിടെ ജോർഡാനിലും ഈജിപ്തിലൊക്കെ വന്ന് കിടക്കുകയാണ്, അതിനെയൊക്കെ ഒന്ന് അകത്തേക്ക് വിടൂ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനോട് പറഞ്ഞു. അതും പോരാഞ്ഞിട്ട് ഫ്രാൻസുകാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലി പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തിനെ റെക്കഗ്നൈസ് ചെയ്തു. G7 കൺട്രീസിലെ ഫസ്റ്റ് കൺട്രിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പൊളിറ്റിക്കൽ പ്രഷേഴ്സ് വർക്ക് ചെയ്തു എന്ന് തന്നെ പറയാം. ഈ ജൂലൈ ഒരു ദിവസം കഴിഞ്ഞ് 26 നെതന്യാഹു എന്നെ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ അപ്ഡേറ്റ്. അപ്പോൾ ഇത്രയും കാലം ഇസ്രായേലുകാർ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ഭാഗത്തൊരു ന്യായം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഗാസയിലേക്ക് പോയാലും അതിൻ്റെ 25% വരെ ഹമാസുകാർ അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണത്ര. എന്നിട്ട് അത് വെച്ച് അത് മറിച്ച് വിറ്റ് ഫണ്ട് ചെയ്തിട്ടാണ് അവരെ തന്നെ ഫണ്ട് ചെയ്യുന്നതാണ് ഇസ്രായേലുകാർ പറയുന്നത്. എവിഡൻസ് ഒന്നുമില്ല. അതിനെക്കുറിച്ച് കുറേ വീഡിയോസൊക്കെ ഇസ്രായേലുകാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പണ്ടത്തെ കഥയാണ്. ഇനി എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ നെതന്യാഹുവിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റഡ് എയ്ഡ് അലൗഡ് എന്നാണ് പുള്ളി പറയുന്നത്. അത് ലിമിറ്റ് ചെയ്യും, എയ്ഡ് വരും എന്നാൽ അതിനെ ലിമിറ്റ് ചെയ്തിട്ട് അലോ ചെയ്യും. ഫുഡും വാട്ടറും മെഡിക്കൽ സപ്ലൈസും എവിടെ നിന്ന് വന്നാലും അതിന് ഇനി അലോ ചെയ്യും. എല്ലാ സമയത്തും ഇല്ല, പറഞ്ഞുതരാം. ഒരു ദിവസം 10 മണിക്കൂർ, രാവിലെ 10 മണിക്ക് തുടങ്ങിയ വൈകുന്നേരം 8 മണി വരെ സീസ് ഫയർ ആണ്. അതായത് വെടി ഒന്നും വെക്കില്ല, ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പോകാൻ സമ്മതിക്കുകയും ചെയ്യും ഇവർ. ഇസ്രായേലുകാർ ഏപ്രിലോ മാർച്ചിലോ എന്തോ തുടങ്ങിയതാണ് ഇതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ. ഈ ഒരു സമയം കൊണ്ട് 113 പേര് ഭക്ഷണം കിട്ടാണ്ട് ഫെമിൻ വന്ന് മരിച്ചു എന്നാണ് പറയുന്നത്. അവിടേക്ക് കുറച്ച് ജേർണലിസ്റ്റിനെയും കൂടെ വിട്ടാൽ അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും ഒന്ന് അറിയായിരുന്നു. അതും കൂടി ഒന്ന് ചെയ്താൽ നൈസായിരുന്നു. ഈജിപ്തും ജോർദാനിൽ നിന്നും ട്രക്കുകൾ വഴി ഇനി ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് വരും. ആകാശത്ത് കൂടെ നമ്മുടെ അമേരിക്കയുടെയും ബാക്കിയുള്ളതൊക്കെ വരും. ഒരു കാര്യം കൂടെ, ഈ ടോപ്പിക്കിൽ എന്ത് വീഡിയോ ഇട്ടാലും കുറേ ബോട്ടുകൾ വരും, എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു മറുപടിയാണ്, അതായത് തീവ്രവാദികൾക്ക് ഈ ഹമാസിന് പച്ചവെള്ളം കൊടുക്കണ്ട, അവർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ പറയുന്നത് ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ശരിക്കും എത്തേണ്ടത് അവിടെ ഗാസയിൽ ജനിച്ചു പോയി എന്നുള്ളൊരു തെറ്റ് മാത്രം ചെയ്തിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇതൊന്നും അവർക്ക് തോക്കും കാര്യങ്ങളൊന്നും അവർക്കില്ല. അൺആംഡ് സിറ്റിസൻസ് എന്ന് വിളിക്കും അവരെ. അൺആംഡ് സിറ്റിസൻസിനെ കൊല്ലുന്നത് വാർ ക്രൈമാണ്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യൂ. അവർക്കാണ് ഇത് എത്തേണ്ടത്.